ഇവിടെ പിടിച്ചെടുത്തു. ഞാൻ ഈ ജനങ്ങളെ മുമ്പിൽ വെച്ചത് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്ത ഒരൊറ്റ ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? തിരൂരങ്ങാടി പള്ളി ഞങ്ങൾ പിടിച്ചെടുത്തത് അത് സമത്തലിന്റെ പള്ളിയാണ്. സമത്തലിനായിട്ട് 100 കൊല്ലം ആകുന്നേ ഉള്ളൂ. തിരൂരങ്ങാടി പള്ളികളായിട്ട് 400 കൊല്ലായി. അതിന് സമത്തലിന്റെ പള്ളി ആര്? അതെങ്ങനെ സമത്തലിന്റെ പള്ളി ആവലും? അതുപോലെ 100, 200, 300, 400 കൊല്ലം പഴക്കമുള്ള പള്ളികൾ അതൊക്കെ സമത്തലിന്റെ പള്ളിയാണ്. സമത്ത ആരാണെന്നല്ലേ തീരുമാനിച്ചിട്ടില്ല, അത് വേറെ വിഷയം. ഇന്നുവരെ തീരുമാനിച്ചില്ല. എന്നാൽ ഏത് സമസ്തയായാലും ശരി 400 കൊല്ലം പഴക്കമുള്ള പള്ളി എങ്ങനെയാ 100 കൊല്ലം പഴക്കമുള്ള സമത്തുണ്ടാക്കിയതാ അവര്? എന്നിട്ട് കുഞ്ഞമ്മ രാജ് പിടിച്ചെടുത്തു തിരുവങ്ങാടി പള്ളിന്നാ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയിട്ട് മെമ്മോറാണ്ടം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുക്കുക. ഇവിടെ സുന്നികള് ഉണ്ടാക്കിയ പള്ളികൾ, സമത്തലിന്റെ പള്ളികളൊക്കെ പിടിച്ചെടുത്തു. അതിന് ഉദാഹരണം തിരൂരങ്ങാടി ചുമയത്ത് പള്ളി. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന സ്വഭാവമില്ല, ചിത്രതയുണ്ടാക്കുന്ന സ്വഭാവമില്ല. ചിത്രതയിലൂടെ, അട്ടിമറിയിലൂടെ, പേടിപ്പിക്കലിലൂടെ ഇവിടെ ഒന്നും തകർത്താൻ ആർക്കും സാധിക്കുകയും ഇല്ല. അല്ലാഹു തആല ദീന് ഇവിടെ ഹക്കായ ദീനാണ്. ആ ദീനിന് വേണ്ടി ആര് ശരിയായ നിലക്ക് നിൽക്കുന്നുവോ തീർച്ചയായും അവർ വിജയിക്കുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ. അതുപോലെ ഞാൻ ഇന്നത്തെ ദിവസത്തിൽ കേട്ടതായിരിക്കുന്ന പ്രാർത്ഥനയുടെ ആ കേട്ട പ്രാർത്ഥനയെ മനസ്സിൽ നല്ല ഉറപ്പിച്ചും കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഏത് രീതിയിലാണ് ആയിരിക്കേണ്ടത് എന്ന് നല്ല പോലെ മനസ്സ് വേദനയോടുകൂടെ ഞാൻ ചിന്തിച്ചു. നമ്മൾ എല്ലാവരും ലോക ജനങ്ങൾ അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതിൽ ജാതി മത ഒന്നുമില്ല, വർണ്ണമില്ല, പാർട്ടിയില്ല, രാഷ്ട്രീയ പാർട്ടിയില്ല, ഒരുപാട് ജാതികൾ ഒന്നുമില്ല. എല്ലാവരെയും അള്ളാഹുവാണ് പടച്ചത്. അപ്പോൾ നമ്മൾ അവൻ്റെ വിശ്വാസം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് വേണ്ടത്. സ്വന്തം വീട്ടിൽ പോലും ബാപ്പ വിശ്വസിക്കുന്ന രീതിയിലാണോ മക്കളുള്ളത് എന്ന് പോലും പറയാൻ പറ്റില്ല. അതെല്ലാം അവർ അനുസരിപ്പിക്കാനും പറ്റില്ല. ഇപ്പോൾ അറിവുകൾ കൂടുതലാണ്. എല്ലാവരും പഠിക്കുന്നു. എല്ലാവരും അതിനറിയാത്തതിനെ സെർച്ച് ചെയ്ത് നോക്കി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതാണ് ശരിയെന്ന് അവൻ ഏത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു അതവൻ ചെയ്യുന്നു. അവൻ അവസാനം എത്തുന്നത് പഠിച്ച് അള്ളാഹുവിലേക്കാണ്. അവന് മനസ്സിലാകുന്നത് എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. നമ്മളെ പടച്ചതും അള്ളാഹുവാണ്, എല്ലാ സൃഷ്ടികളെ പടച്ചതും അള്ളാഹുവാണ്. പിന്നെ ഇതെല്ലാം മനുഷ്യന്മാരാണ് ചെയ്തത്. ഓരോ ജാതി, രാഷ്ട്രീയം, വർണ്ണം, എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു ഓരോ ജനങ്ങൾക്ക് എല്ലാവരെയും അള്ളാഹു താല പരീക്ഷിക്കുന്നതാണ്. ഓരോ ജാതിയും മതവും വർണ്ണവും രാഷ്ട്രീയവും എല്ലാം കൊടുത്തത് ഈ ലോകം നിലനിൽക്കാനാണ്. നമ്മളിവിടെ തമ്മിൽ ചതിക്കാനോ, തമ്മിൽ ആക്ഷേപിച്ചു കൊണ്ടിരിക്കാനോ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനോ, സൗഹാർദ്ദം ഇല്ലാതെയാക്കാനോ ഒന്നുമല്ല നമ്മളിവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിലേക്ക് അയച്ചത്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കഴിവിൻ്റെ പരമാവധി സൗഹാർദ്ദം നിലനിർത്തണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ദുആ. ആ രീതിയിലായിരിക്കണം സഹോദരന്മാരുടെ നമ്മുടെ ദുആ. നമ്മുടെ വീട്ടിലിരുന്ന് എൻ്റെ വീട്ടുകാരെ മാത്രം അള്ളാഹുവെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് ദുആ ചെയ്യലല്ല. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുമ്പോൾ പോലും ലോക ജനങ്ങൾക്ക് അതിൽ ആരാണ്, യഹൂദിയാണോ നസാറാണോ
ഹിന്ദു ആണോ മുസ്ലിം ആണോ ഒന്നും നോക്കേണ്ടതില്ല. അതെല്ലാം അതിൻ്റെ മട്ടം പോലെ അള്ളാഹു താല അവൻ തന്നെയാണ് കൊടുക്കുന്നത്. നിനക്ക് കേൾക്കാൻ എന്തിനാണ് അത്രയൊരു പിശുക്കം? അള്ളാഹുവിനോട് ചോദിക്കാൻ എന്തിനാണ് നിനക്ക് അത്രയും പിശുക്കം? ചോദിക്കുമ്പോൾ ധാരാളം എല്ലാവർക്കും ചോദിക്കാമല്ലോ. എല്ലാവർക്കും കൊടുക്കുമ്പോൾ നിനക്കൊന്നും കുറയുകയില്ല. എല്ലാവർക്കും കൊടുക്കുമ്പോൾ നിനക്കൊന്നും കുറയുകയില്ല സഹോദര. അതാണ് ചിന്തിക്കേണ്ടത്. അതിനെ നിലനിർത്താൻ നമ്മുടെ ഏത് സമുദായത്തിലെ ഏത് മതത്തിൽപ്പെട്ട ഗുരുമാരുണ്ടല്ലോ, ഇസ്ലാം മത പണ്ഡിതന്മാർ, അതുപോലെ ക്രിസ്ത്യൻ മത പണ്ഡിതന്മാർ, അതുപോലെ ഇതര ജാതി അവരുടെ സന്യാസികളോ അവരുടെ ഗുരുമാരോ അവരുടെ ഭട്ടുമാരോ ആരാണെങ്കിലും അവരെ കൊണ്ടൊന്നും സൗഹാർദ്ദമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. അവർ പറയുന്നതിനെ ആരാണ് കേൾക്കുന്നത്? അവർ വിശ്വസിക്കുന്നതിനെ അവരെ കൂടെ ആരാണ് വിശ്വസിക്കുന്നത്? അവർ വിളിച്ചെടുത്തേക്ക് ആരാണ് കൂടെ പോകുന്നത്? അവരെയാണ് സംരക്ഷിക്കാൻ ദുആ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും. നല്ലപോലെ മനസ്സിലാക്കണം. ഇതിൽ എല്ലാവരുമല്ല, ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും നല്ല മൗനമായിരിക്കുന്നവരും എല്ലാവരുമുണ്ട്. ഒന്നും വേണ്ട എന്ന് മൗനമായിരിക്കുന്ന ഒരുപാട് നല്ല നല്ല സന്യാസികളും നല്ല നല്ല ഉസ്താദന്മാരും പണ്ഡിതന്മാരും എല്ലാം ഉണ്ടായിരിക്കെ ഇതിൽ ഒരു വിഭാഗമുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പിളർത്താനും ഛിദ്രഛിദ്രമാക്കാനും ഡിവൈഡ് ഉണ്ടാക്കാനും ദുആയിൽ തന്നെ കാണാൻ കഴിയുന്നു. ദുആയിൽ ഉണ്ടെങ്കിൽ മറ്റു വല്ലയിടത്തും രഹസ്യമായും അതുപോലെ പരസ്യമായും എവിടെയെല്ലാം ഉണ്ടാകും ഛിദ്രം ചെയ്യാൻ. അതാണ് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. സൗഹാർദ്ദമായിരിക്കണം സഹോദരന്മാരെ. സൗഅർദ്ദം ആകരുത്. സൗഅർദ്ദം എന്ന് പറഞ്ഞാൽ 100 കഷ്ണങ്ങളായി പോകാനാൽ അല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ആ ദുആയിൽ തന്നെ എല്ലാവരും ഉൾപ്പെടുത്തണം. ലോക ജനങ്ങളെ ഉൾപ്പെടുത്തണം. ഇന്നത്തെ ദിവസം എന്നാൽ പെരുന്നാളാണ്. പെരുന്നാൾ മാത്രമല്ല, എല്ലാ ജാതി മതത്തിലുള്ളവർക്കും ഓരോ നല്ല നല്ല ദിവസങ്ങൾ വരുന്നു. അവരെല്ലാവരും ചെയ്യേണ്ടതാണ്. ഒറ്റ സമുദായത്തിനെ മാത്രം ഞാൻ ആക്ഷേപിക്കുന്നതല്ല, എൻ്റെ സമുദായമെന്ന് ഞാൻ മേൽപ്പെടുത്തി പറയുന്നതുമല്ല. എല്ലാവർക്കും സമനായി എല്ലാവരും നല്ല സൗഹാർദ്ദം നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ അതാണ് നല്ലത്. ഇത്രയും പറഞ്ഞ് എനിക്ക് സൗഹാർദ്ദം നിലനിർത്താൻ കഴിയുന്നെങ്കിൽ ഒരു മതവുമില്ലാത്ത ഒരു ജാതികളാണ്. ആരാണ്? ബിസിനസ്സുകാരാണ്. മതമില്ലാത്ത ജാതി എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നതെന്ന് പറയരുത്. നല്ല ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ നിങ്ങളോട് പറയുന്നതാണ്. ആരാണ്? എവിടെയും, ഇവിടെ മാത്രമല്ല എവിടെയും. ഞാനിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരാണ്. ഇവിടെ മാത്രമല്ല ഞാൻ പറയുന്നത്, ലോകത്തിൽ നിന്ന് തന്നെ സൗഹാർദ്ദം കെട്ടിപ്പടുത്താൻ ശ്രമിക്കുന്നതും സൗഹാർദ്ദം നിലനിർത്തുന്നതും എപ്പോഴും നിലനിർത്തണമെന്ന് ആശിക്കുന്നതും ബിസിനസ് എന്ന് പറയുന്ന ഒരു മതമാണ്. കച്ചവടം എന്ന് പറയുന്ന ഒരു മതമാണ്. ഈ മതത്തിൽ എല്ലാവരുമുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ കസ്റ്റമറിൽ തന്നെ ഉള്ളത് ഒരുപാട് ആൾക്കാരാണ് RSSകാരാണ്. ഒരുപാട് എൻ്റെ കസ്റ്റമേഴ്സ് RSSകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും അതേപോലെ എല്ലാ പാർട്ടിക്കാരും അതുപോലെ എല്ലാ ജാതികളും ക്രിസ്ത്യന്മാരും എല്ലാവരും ഉള്ളതായിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതുപോലെ എൻ്റെ കൂട്ടായ്മ മാത്രമല്ല, ലോകത്തിൽ തന്നെ എല്ലാ ബിസിനസ്സുകാർക്കും ആർക്കും വിഘടനം ആവശ്യമില്ല, ആർക്കും സൗഹാർദ്ദം ഉണ്ടാകേണ്ടതില്ല. കച്ചവടത്തിന് വേണ്ടി മാത്രമാണെങ്കിലും അവർ സൗഹാർദ്ദം നിലനിർത്തുന്നു. അവൻ്റെ മനസ്സിലുള്ള എന്തെങ്കിലും വേണ്ടായ്മ ഉണ്ടെങ്കിൽ പോലും മറ്റൊരുത്തൻ വരുന്നവൻ അതിനെ അറിയിക്കുന്നില്ല, അവൻ പറയുന്നില്ല. അവൻ സൗഹാർദ്ദം നിലനിർത്തുന്നു. നമ്മുടെ നല്ല ദിവസത്തിൽ അവർ ഇങ്ങോട്ടും അങ്ങോട്ടും സൗഹാർദ്ദം കൈമാറുന്നു, ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ എനിക്ക് പള്ളിക്ക് പോകാനുണ്ട്, എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാനില്ല, നിങ്ങൾക്ക് സാധനം എത്തിച്ച് തരാനില്ല എന്ന് പറഞ്ഞാൽ പോലും നല്ല രീതിയിൽ നിനക്ക് സൗകര്യമുള്ള സമയത്ത് വന്നാൽ മതി എന്ന് പോലും നല്ല രീതിയിൽ പറയുന്നു. ഇത് എൻ്റെ ഒരുത്തൻ്റെ കാര്യമല്ല, ലോകത്തിൽ തന്നെ ഇത് നടക്കുന്നു. ഈ സൗഹാർദ്ദം കച്ചവടം എന്ന് പറയുന്ന മതമാണ്. അവർക്ക് തന്നെ നമുക്ക് മാത്രമാണ്, കച്ചവടം ചെയ്യുന്നവർക്ക് മാത്രമാണ് സൗഹാർദ്ദം നിലനിർത്താൻ സാധിക്കുന്നു. അതുപോലെ മതപണ്ഡിതന്മാരും നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം, സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ കൊണ്ടാവുന്നത് അത് മാത്രമാണ്. നമ്മളാണെങ്കിലോ
100 രൂപ മുതലിട്ട് അതിൽ നിന്ന് 10 രൂപ എടുക്കുന്നതാണ്. നിങ്ങൾ ഒരു മുതലും ഇടണ്ട. നിങ്ങൾ പഠിച്ചതായിരിക്കുന്ന സ്വാമിമാരാകട്ടെ, നമ്മുടെ ഉസ്താദന്മാരാകട്ടെ, ഏത് മതത്തിൻ്റെ നേതാക്കളാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, ആരാണെങ്കിലും നിങ്ങൾക്ക് ഒരു മുതലും ഇറക്കേണ്ടതില്ല, ഒരു കൃഷി ചെയ്യേണ്ടതുമില്ല. എല്ലാം ഈ മതങ്ങളാണ് നിങ്ങളുടെ കൃഷി, ഈ മതങ്ങളാണ് നിങ്ങളുടെ വരുമാനം. അതുകൊണ്ട് നിങ്ങൾക്കാണ് എളുപ്പമുള്ളത്, നമ്മളെക്കാൾ എളുപ്പമുള്ളത് നിങ്ങൾക്കാണ്. സൗഹാർദ്ദം നിലനിർത്താനും എല്ലാവരെയും ആശീർവദിക്കാനും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും നിങ്ങൾക്കാണ് കഴിയുന്നത്. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ദുനിയാവിൽ ഒരുപക്ഷെ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും നമുക്ക് ഇനിയൊരു ലോകമുണ്ടെന്ന് വിശ്വാസമുള്ളവർക്ക് അവിടെയാണ് ആശ്വാസം കിട്ടുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, ഇന്നത്തെ ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.